ഞാൻ രശ്മി. ഇനി നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. ചിക്കൻ പെരളനോ ചിക്കൻ റോസ്റ്റെന്നോ എന്ത് വേണേലും നമുക്ക് പറയാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നതെന്ന്. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചിക്കൻ 300 ഗ്രാം, 2 മീഡിയം സൈസ് സവാള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ ആണ്. ഇത് ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ആണ്. 1 ടീസ്പൂണോ അത് കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അവസാനം ഇട്ട് കൊടുത്താൽ മതി. തേങ്ങാപ്പൂള് ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുകയാണ്, തേങ്ങാക്കൊത്ത്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ധാരാളം വേണം. ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയാണ് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അതിന്റെ റോ സ്മെല്ല് മാറുന്ന വരെ ചൂടാക്കി കൊടുക്കണം. മുളക് പൊടി ഇട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം. ഇതിട്ട് കഴിഞ്ഞിട്ടേ കത്തിക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആദ്യം മുളക് പൊടി ഇടുമ്പോഴത്തേക്കും മുളക് പൊടി അങ്ങ് കരിഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഓഫാക്കി കൊടുത്തു. ഓഫാക്കിയിട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തിരുന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇത് വറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സിമ്മിലിട്ടിട്ട് വേണം വറക്കാനായിട്ട്. ഇതുണ്ട്, ഇതിൻ്റെ ഏകദേശം കളർ ഞാൻ കാണിച്ചു തരാമേ. അത് മൂത്ത് കളർ വന്നിട്ടുണ്ട്. ആ ഒരു സ്മെല്ല് മാറി വേറൊരു സ്മെല്ല് വന്നു. ഇപ്പം ഇതെല്ലാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും ഒരു 1.5 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞരടി കുഴയ്ക്കണേ. ഇത് നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ഈ സവാളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് അതിൽ ഈ മസാലയൊക്കെ കൂടെ മിക്സ് ആവണം. വേറെ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതിൻ്റെ വെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. കത്തിച്ച് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂണാണ് മീറ്റ് മസാല, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തക്കാളി, മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ, മല്ലിയിലൊക്കെ നല്ലപോലെ വേണം കേട്ടോ, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറിവേപ്പില, ഇതെല്ലാം ഇട്ട് കുറച്ചൊന്ന് ആവി വന്നു കഴിയുമ്പം സിമ്മാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് അതിലിരുന്ന് ആ ചിക്കനിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ ഉള്ള വെള്ളത്തിലിരുന്ന് വേവണം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ഇതിലിരുന്ന് വേവണം.
നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ വന്ന് എല്ലാം ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലാം കൊണ്ട് അടി പിടിച്ചു പോകും. ഇതിലിതാ തേങ്ങാക്കൊത്തൊക്കെ എത്ര വേണേലും തേങ്ങാക്കൊത്തൊക്കെ ഇടാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചിക്കൻ പെരട്ട് കഴിക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തൊക്കെ കൂട്ടി ചിക്കൻ പെരട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കൊളീഗ് പ്രതിഭ, അവർക്ക് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അവരാണ് എനിക്ക് ഈ റെസിപ്പി തന്നത്. അതിൽ ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രതിഭയ്ക്ക് ഒരുപാട് താങ്ക്സ്. ഇത് നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം. 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ തുറന്നു നോക്കാം. കണ്ടോ, പിന്നെ നന്നായിട്ട് വെള്ളം ചിക്കനിൽ നമുക്ക് സവാളനൊക്കെ ഉള്ള വെള്ളം അതിലിരുന്ന് അങ്ങ് വേവാണ് വേണ്ടത്. ഇത് നന്നായിട്ട് വേവിട്ടത് നമുക്കൊന്ന് ഉപ്പ് നോക്കി കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിൽ ഉപ്പിൻ്റെ അളവ് അധികമായി പോകരുത്. ഇത് വറ്റി വരുമ്പം നമ്മൾ വരട്ടിയെടുക്കുമല്ലേ, വരട്ടിയെടുക്കുമ്പോഴത്തേക്കും ഉപ്പ് അധികമായി പോകരുത്. അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്തിരുന്ന് ഇനിയും അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് വെച്ച് നമ്മളിതിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് വെച്ച് നമുക്ക് വേറെ പണിക്കൊക്കെ പോകാം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൽ വെള്ളം വറ്റിക്കഴിഞ്ഞ് വരട്ടുന്ന സമയത്ത് നമ്മളൊന്ന് അടുത്ത് നിന്ന് കൊടുത്താൽ മതി. ഇത് നല്ല സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാനായിട്ട്, കാരണം അപ്പോഴേ അതിൽ ആ വെള്ളം ഇറങ്ങി ആ ചിക്കൻ വേവാനായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കരിഞ്ഞു പോകും, വെള്ളം പെട്ടെന്ന് വറ്റി അടി പിടിച്ചു പോകും. അതുകൊണ്ട് സിമ്മിലിട്ട് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ കിടന്ന് വറുക്കണം. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒന്നും അതേ കഴിക്കാത്ത എന്തെങ്കിലും അസുഖമുള്ളവർക്കോ കൊളസ്ട്രോളൊക്കെ പേടിയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ചിക്കൻ ബാറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഞാൻ വളരെ കുറച്ചിട്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഒന്ന് തീ കുറച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് കൂട്ടിയിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് വരട്ടിയെടുക്കണം. നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ കടായിൽ തട്ടിയിരിക്കുന്ന പോർഷൻ അങ്ങ് കരിഞ്ഞു പോവും. നമുക്കിതിനകത്തോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. അത് ഞാൻ ക്രഷ് ചെയ്ത് ഒരുപാട് അങ്ങ് പൊടിക്കാത്ത കുരുമുളക് പൊടിയാണ്. പൊടിച്ചതാണേലും കുഴപ്പമൊന്നുമില്ല. ഇത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. നിങ്ങൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. കാരണം കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആദ്യം മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് കൂട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ അവസാനമായിട്ട്. മുളക് പൊടി ഒരുപാട് കുറച്ചാലും അതൊരു ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും കാണത്തില്ല. ഇനി ഇതിലിട്ടിട്ട് അങ്ങ് വരട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ, വെച്ച് പോവരുത്. ഇത് നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. കാരണം ആദ്യം എണ്ണ ഒഴിക്കാതെ എടുക്കാം. ഇതിനിപ്പോൾ ഇത്രയായിട്ട് എടുക്കാം. നിങ്ങളിപ്പം ചപ്പാത്തിക്കാണ് കൂട്ടുന്നതെങ്കിൽ ഈ ഒരു പരുവത്തിലെടുക്കാം. ചോറിനാണ് കൂട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കണേ. നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഏത് തരത്തിൽ വേണമെങ്കിലും എങ്ങനെ എടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വേവിച്ചത് കൊണ്ട്, അടച്ചു വെച്ച് വേവിച്ചതുകൊണ്ട് ഇതൊക്കെ വെന്തിട്ടുണ്ടാവും. ഇടയ്ക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലൊക്കെ ഇത് നന്നായിട്ടുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇത് നിങ്ങൾക്ക് എണ്ണയൊക്കെ നല്ലോണം കഴിക്കാമെങ്കിൽ ഇനിയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലൊക്കെ തന്നെ എടുക്കാൻ പോവാണ്. നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലൊക്കെ ഒരുപാടുണ്ടെങ്കിലാണ് ഇതിന് നല്ല ടേസ്റ്റ്. ഞാൻ ഓഫാക്കാൻ പോവാണ്. ഇതിപ്പോൾ സമയം എടുക്കും കേട്ടോ ഉണ്ടാക്കാനായിട്ട്, പക്ഷെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇതിൻ്റെ മേലെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനം വരട്ടി കൊടുക്കുമ്പോൾ മാത്രം
നമ്മളിതിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കിക്കൊണ്ടേയിരിക്കുമൊന്നും വേണ്ട. പിന്നെ ചിക്കൻ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇത് ചിക്കനൊന്നും പൊടിഞ്ഞിട്ടില്ല. ഇത് ഏകദേശം 1 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യം നമ്മൾ വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമ്മളിത് വരട്ടി 10 മിനിറ്റൊക്കെ ഞാൻ വരട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വരട്ടാം, അല്ലാതെ വരട്ടാതെ തന്നെ എടുക്കാം. തീ ഓഫാക്കി കൊടുക്കാം. ഇതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം നല്ല കളർ കിട്ടാനും എരിവ് കുറച്ച് കുറഞ്ഞ് നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഇനി സാധാരണ മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ പെരളൻ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ ചിക്കൻ പെരട്ടൻ? എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എൻ്റെ അമ്പലപ്പുഴ പാൽപ്പായസത്തിനും മസാല ചായക്കൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഈവൻ വീഡിയോസും അയച്ചു തന്നിട്ടുണ്ട്. പായസമൊക്കെ പിടിച്ച് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നല്ല രസകരമായിട്ടുള്ളൊരു വീഡിയോ ഷീജ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇതിൻ്റെ കൂടെ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ അനുവാദം ഇല്ലാതെ ഇടുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ നീതുവിന് തലവേദന, എനിക്ക് വേണ്ടിയിട്ട് 2 കപ്പ് മസാല ചായ കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഞാൻ സപ്പോർട്ട് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.